ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിമി ആൻഡ് മീ. ഇന്നത്തേതൊരു ഗാർഡനിങ് വീഡിയോ ആണ്. നമുക്കിനി ബൊഗൈൻവില്ല അഥവാ കടലാസ് ചെടി ഒന്ന് മാറ്റി നടാം. ഞങ്ങൾ ഇവിടേക്ക് കടലാസ് ചെടി എന്നാണ് പറയാറ്. ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ടുണ്ട് ഞാൻ കട്ടിങ്സ് നട്ട് പിടിപ്പിച്ചിട്ട്. ഇപ്പം നന്നായിട്ട് ഇലയൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കാശിത്തുമ്പ ചെടി കൂടി നിൽപ്പുണ്ട്. അതിനെ കൂടി നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാമേ. എൻ്റെ കയ്യിൽ ആകെ 2 കളറേ ഉള്ളൂ, ബാക്കിയൊക്കെ നശിച്ചു പോയി. അപ്പോൾ ഇനി നമുക്ക് ചെടി നടാനുള്ള പോട്ട് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല വായുസഞ്ചാരമുള്ള തരിതരിയായിട്ടുള്ള മണ്ണാണ്. പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് മണ്ണ് ആദ്യമേ തന്നെ ഞാൻ കുമ്മായം ചേർത്തിടാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചെടിക്ക് ആവശ്യമായ ഘടകങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്. ഇതുപോലൊരു പാത്രത്തിലാണ് ഞാൻ അളവായിട്ട് എടുത്തേക്കുന്നത്. അതേ പാത്രത്തിൽ തന്നെ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. അടുത്തത് ആട്ടിൻ കാഷ്ടമാണ്. എനിക്കിവിടെ ചാണകപ്പൊടി കിട്ടാത്തതുകൊണ്ട് അതിന് പകരമായിട്ടാണ് ആട്ടിൻ കാഷ്ടം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ആവശ്യമില്ലാത്ത കമ്പൊക്കെ നമുക്ക് പറക്കി കളഞ്ഞേക്കാം. ഇതാണ് എപ്സം സോൾട്ട്. എപ്സം സോൾട്ട് ഇങ്ങനെ നമുക്ക് പോട്ട് മിക്സിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 സ്പൂൺ എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയിൽ ഫുള്ളായിട്ട് ചുവട്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇടണം. അതിന് മുന്നേ ചട്ടിയുടെ ചുവട്ടിൽ ഹോൾ ഇട്ട് എടുക്കേണ്ടതുണ്ട്. ഏകദേശം 10 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളമുള്ള ഒരു ചട്ടിയാണ് ഞാനിന്ന് ചെടി നടാനായിട്ട് എടുത്തേക്കുന്നത്. ഇതിൽ 2 ഹോൾ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. സാമാന്യം വലിപ്പമുള്ള ഹോളാണ് ഇതിലുള്ളത്. എല്ലാ ഹോളും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മുഴുവനായിട്ടും ചോർന്നു പോകും. അത് വേണ്ട, അനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴുകിപ്പോയാൽ മതി. പോട്ട് മിക്സ് ചേർക്കുന്നതിന് മുന്നേ ചട്ടിയിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മണ്ണ് നിറയ്ക്കണ്ട. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചട്ടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവില്ല, അല്ലെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കരിയില കുറച്ച് അടിഭാഗം വരെ നിറച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിന്ന് കരിയില കുറച്ചതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പോട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം. ചട്ടി ഫുള്ളായിട്ട് നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണ്ട കേട്ടോ. പിന്നീട് നമുക്ക് വെള്ളവും വളവും മണ്ണും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ തൽക്കാലം ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ചെടി നട്ടു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് വളം ഇട്ട് കൊടുക്കുന്നതും പ്ലാന്റിൻ്റെ വളർച്ചയും ഒക്കെ ഞാൻ കാണിച്ചു തരാമേ. ചെടി നന്നായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ബാക്കി മണ്ണും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം നമുക്കത്. ഈ ചെടി ഇതിൽ നമുക്ക് നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം. പിന്നെ ഇതുണ്ടല്ലോ, ഇതാണ് സ്യൂഡോമോണാസ്. കാരണം ഇതിങ്ങനെ നമ്മൾ ചെടി നമുക്കിത് വെള്ളത്തിൽ കലക്കി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. കാരണം നമ്മൾ ഈ ചെടിയുടെ വേരൊക്കെ ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം നിറച്ച് കൊടുക്കാം. നന്നായിട്ട് പോട്ട് മിക്സ് നനയട്ടെ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെടി നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഷെയ്ഡിൻ്റെ അടിയിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു 3-4 ദിവസം അതങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്